ആണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ കുറച്ചു കാലമായി നമ്മൾ വന്നിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ക്രിസ്മസ് എക്സാം ഒക്കെ അടിച്ചു പൊളിച്ച് എഴുതി നമ്മുടെ പേപ്പറൊക്കെ ഓരോരുത്തരായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല മാർക്കുള്ള ആൾക്കാരുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഒക്കെ പോട്ടെ, നമുക്ക് എല്ലാം മറക്കാം. അടുത്ത എക്സാം ഏതാ വരുന്നത്? നമ്മുടെ ആനുവൽ എക്സാം ആണ് വരുന്നത് അല്ലെ. അതിന് വേണ്ടി ഇത് ഇപ്പൊ തന്നെ മക്കൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത എക്സാമിലോട്ട് നല്ല മാർക്ക് മേടിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ തുടങ്ങണം അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പാഠത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഇങ്ങനെ തുടങ്ങിയേക്കാം. ദോസന്ത്രി എന്ന് പറയുന്ന പാഠമായിരിക്കും ചിലപ്പോൾ എന്താണ് മക്കളുടെ സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ടാവുക. നമ്മൾ അതിന് മുമ്പേ ഇത് തീർന്നതാണ്. ശരിക്കും നമ്മുടെ എക്സാമിന് അത് വന്നിട്ടുണ്ടായിരുന്നു, വരേണ്ടതായിരുന്നു. പിന്നെന്താണ്, ഈ ഒരു ദോസന്ത്രി കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്റർ മുതലാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് അല്ലെ. ഏതാണ്? ഏക് ദോ തീൻ എന്ന് പറയുന്ന പാഠമായിരുന്നു എടുക്കാനുണ്ടായിരുന്നത്. ആനുവൽ എക്സാമിന് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു ലാസ്റ്റിലത്തെ 2 ചാപ്റ്റേഴ്സ് മാത്രമല്ല ഉണ്ടാകുന്നത്, ഫുൾ ചാപ്റ്റേഴ്സ് ചോദിക്കും. ഫസ്റ്റ് മുതലേ ഉള്ള കാര്യങ്ങൾ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിനനുസരിച്ച് പഠിക്കണം എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏക് ദോ തീൻ എന്ന് പറയുന്ന ആ പാഠത്തിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പഠിക്കാം. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആനുവൽ എക്സാം ഒക്കെ പോട്ടെ, ഇനിയിപ്പോൾ അതിനു വേണ്ടി മാത്രമല്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഹിന്ദിയിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സാധനം നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് നോക്കാം അല്ലെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. ഇങ്ങനെ പേജ് നമ്പർ 113 മക്കൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാകും. കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് മക്കൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്താണ്, കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പിക്ചേഴ്സിന്റെ കൂടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു 3 വാക്യങ്ങളും തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ചിത്രക്കെ നീച്ചെ ഉചിത വാക്യ ജോഡെ എന്നാണ് തന്നിട്ടുള്ളത്. ചിത്രക്കെ നീച്ചെ, ചിത്രത്തിന്റെ താഴെ ഉചിതമായ വാക്യങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് നോക്കിക്കേ. ഇവിടെ 3 പിക്ചേഴ്സ് മക്കൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 പിക്ചേഴ്സിന് പറ്റിയിട്ടുള്ള ആളെ ഇവിടെ എഴുതണം. മക്കൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണോ? വേണ്ട, അതാണ് ഇത് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് ചേർന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ എടുത്ത് എഴുതേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്ന ആദ്യം മക്കൾ എന്താ ചെയ്യേണ്ടത്? ആ പിക്ചർ നന്നായിട്ടൊന്ന് നോക്കുക, സൂക്ഷ്മമായി ഒന്ന് നോക്കുക, എന്തൊക്കെയാണ് അതിൽ തന്നിട്ടുള്ളത്. ഇപ്പൊ അഥവാ മക്കൾക്ക് ചിലപ്പോൾ എന്താണ്, ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവണുണ്ടാവില്ല, ആ ഒരു വാക്യങ്ങൾ വായിച്ചിട്ട് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുള്ള മക്കളോടാണ് മിസ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ സാരമില്ല, മക്കൾ കുറച്ചെങ്കിലും അർത്ഥം പഠിച്ചിട്ടുണ്ടാവില്ലേ, ആ അർത്ഥം വെച്ച് കണ്ടുപിടിക്കണം എന്നാണ് മിസ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, നമ്മൾ ഈ ഏക് ദോ തീൻ 1 2 3 എന്ന് പറയുന്ന ഈ പാഠത്തില് എന്തിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? കുറച്ച് കുളക്കോഴികൾ നമ്മുടെ ഒരു കുഞ്ഞുമോന്റെ വീട്ടിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് അവൻ അതിനെയൊക്കെ എന്താണ് പിടിച്ചിട്ട് അതിന്റെ അച്ഛന്റെ അമ്മേന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. അവന്റെ അച്ഛന്റെ അമ്മേന്റെ അടുത്തല്ല, നമ്മുടെ കുളക്കോഴികളുടെ അച്ഛന്റെ അമ്മേന്റെ അടുത്തും കൊണ്ടാക്കാണ്. കുറച്ചധികം കുഞ്ഞുമക്കൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞു നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ കഥയുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ കുറച്ച് ഭാഗങ്ങളിൽ നോക്കിയേ. നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള പിക്ചർ എന്താണ്? ഒരു കുളക്കോഴിയാണ്. ഇനി ഇത് കൊക്കാണ്, പ്രാവാണ്, താറാവാണെന്നൊന്നും പറയരുത്. നമ്മുടെ പാഠഭാഗത്തിൽ എന്തിനാ നമുക്ക് തന്നിട്ടുള്ളത്? കുളക്കോഴിയാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ഇത്? കുളക്കോഴിയാണ്. ജൽമൂർഗി, അതാണ് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. എന്താണ്? ജൽമൂർഗി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണെന്ന് നമുക്കൊക്കെ അറിയാം, ജൽമൂർഗിയാണ്. ഇതെന്താണ്? താലാബാണ്. അപ്പൊ കുളത്തിനടുത്ത് ഒരു ജൽമൂർഗി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പിക്ചർ. രണ്ടാമത്തെ പിക്ചർ എന്താണ്? വീട്ടിന്റെ ഉള്ളില് വീട്ടിന്റെ പുറത്ത് ഒരു പൂച്ചക്കുഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താണ്? പൂച്ച അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇതല്ലേ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഒരു മരത്തിന്റെ അടിയിലായിട്ട് ഒരു കുഞ്ഞുമോൻ ഇരിക്കുന്നുണ്ട്, ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം? ഓരോന്നായിട്ട് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം അല്ലെ. അപ്പൊ ഈ 3 ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവിടെ എഴുതേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി ആദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്, കുളക്കോഴിക്ക് നമ്മൾ എന്ത് പറയും? ജൽമുർഗി എന്നാണ് പറയുന്നത്. ജൽമുർഗി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കുളത്തിന് നമ്മൾ എന്ത് പറയും? താലാബ് എന്നാണ് പറയുന്നത്. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 2 വാക്കുകളും വരുന്ന ഏതെങ്കിലും വാക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഈ സെന്റൻസിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് നോക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, താലാബ് ഇതല്ല, ഇതിൽ വരണില്ല, ഇതിലും വരണില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, താലാബ്, പിന്നെന്ത് വരുന്നുണ്ട്? ജൽമൂർഗി. ഈ 2 ആൾക്കാരും വരുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നോക്കിക്കേ, സി എന്ന് പറയുന്ന സെന്റൻസ് ആയിരിക്കും. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? വെറുതെ നമ്മൾ പറഞ്ഞു പോലല്ല, നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ അർത്ഥം കൂടി അറിയണം അല്ലെ. നോക്കിക്കേ, താലാബ് കെ കിനാരെ, കുളത്തിന്റെ കിനാരെ മീൻസ് എന്താണ്? അരികിലായിട്ട്, അടുത്തായിട്ട് എന്നുള്ള അർത്ഥമാണ്. നോക്കിക്കേ, അടുത്ത്, ഏക്ക് ഒരു ജലമൂർഗി ഉണ്ട്, ഒരു കുളക്കോഴി ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. നോക്കിക്കേ, ഒരു കുളക്കോഴി
ഉണ്ട് എന്ന് നമ്മൾ എഴുതി വെക്കുന്നു. ഓക്കെ, സൂപ്പർ സെറ്റ്. അപ്പൊ ഇതും കൂടി മക്കൾ ഇതിന്റെ അർത്ഥം കൂടി എന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അപ്പൊ സി എന്ന് പറയുന്ന ഈ സെന്റൻസ് എന്ത് ചെയ്യണു എന്റെ മക്കള് ഇവിടേക്ക് എടുത്ത് കറക്റ്റ് എഴുതി വെക്കുന്നു, നമുക്ക് മാർക്ക് കിട്ടുന്നു. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തത് നമ്മുടെ പിക്ചറിൽ എന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്, ഒരു ഗറുണ്ട്. വീടിന് നമ്മൾ ഗർ എന്നാണ് പറയാന്ന് മക്കൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് പൂച്ചക്കുട്ടി ആവാം, അല്ലെങ്കിൽ എന്താണ്, പൂച്ചയാകാം. നമുക്ക് എന്തായാലും ഇവിടെ പൂച്ചക്കുട്ടീനെയാണ് തന്നിട്ടുള്ളത്, പൂച്ചക്കുഞ്ഞിനെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ പൂച്ചക്കുഞ്ഞിന് നമ്മൾ എന്താണ്, ബിലൗട്ട എന്നാണ് പറയാ എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ബിലൗട്ട ഇത് പഠിക്കണേ. പൂച്ചയ്ക്ക് നമ്മൾ എന്ത് പറയായിരുന്നു, ബില്ലി എന്ന് പറയായിരുന്നു അല്ലെ. ബില്ലി എന്ന് നമ്മൾ പൂച്ചയ്ക്ക് പറയുമായിരുന്നു. പൂച്ചക്കുട്ടിക്ക് നമ്മൾ എന്ത് പറയും, ബിലൗട്ട എന്നാണ് പറയാറ് അല്ലെ. ഓക്കെ, ഇനി പൂച്ചക്കുട്ടിയും വീടൊക്കെ വരുന്ന ഏത് സെന്റൻസാ മക്കള് കാണുന്നത്, ദേ ഘർ കെ സാമനെ ഏക് ബിലൗട്ട ഹേ എന്നുള്ളതല്ലേ. അപ്പൊ നമ്മൾ എന്താണ്, എ എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. സി എന്തായാലും അല്ല നമുക്കറിയാം അല്ലെ. എ എന്ന് പറയുന്ന ഇതിൽ നോക്കിക്കേ മക്കള്, ഘർ കെ സാമനെ. ഒന്ന് അർത്ഥം എഴുതാവേ, അർത്ഥം നിർബന്ധമായിട്ടും പഠിക്കണം. ഹിന്ദി പഠിക്കുന്ന സമയത്ത് അർത്ഥം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഘർ കെ സാമനെ വീടിന്റെ മുൻപിൽ എന്നുള്ള അർത്ഥമാണ് അല്ലെ. വീടിന്റെ മുൻപിൽ എന്തുണ്ട്, ഒരു ഏക്ക് ഒരു ബിലൗട്ടാഹെ. ബിലൗട്ടാഹെ എന്നാണ് പൂച്ചക്കുട്ടി ഉണ്ട് എന്ന് പറയാം കേട്ടോ. പൂച്ചക്കുട്ടി ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്റെ മക്കൾ, ഇത് ഇവിടെ ഇങ്ങനെ തന്നെ എഴുതി വെക്കുന്നു. സൂപ്പറാടാ, സിമ്പിൾ സാധനം അല്ലേ. ഇങ്ങനത്തെ ഒക്കെ സിമ്പിൾ സാധനം ചോദിക്കാൻ പാടുണ്ടോ. അവസാനത്തെ സാധനം ഇതാണ് നോക്കിക്കേ, ഒരു മരം തന്നിട്ടുണ്ട്. മരത്തിന് പേട് എന്നാണ് പറയാൻ നമുക്കൊക്കെ അറിയാം. അതേപോലെ തന്നെ ആൺകുട്ടിക്ക് നമ്മൾ എന്താ പറയാ, ബോയ്ക്ക് നമ്മൾ എന്താ പഠിച്ചത്, ലടുക്ക എന്നാണ് പഠിച്ചത് അല്ലേ. നോക്കിക്കേ, ലടുക്ക എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ലടുക്കയും എല്ലാം വരുന്ന എന്തെങ്കിലും ഉണ്ടോ, അപ്പൊ കുറെ ഉണ്ടെങ്കിൽ ഇതും അല്ല. അപ്പൊ ഇനിയിപ്പോ ലാസ്റ്റ് നടുവത്തെ സാധനം ആയിരിക്കല്ലോ. അങ്ങനെ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് വായിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിക്കേ, പേടിക്കേ നീച്ചേ ഏക്ക് ലടുക്കാ ഹേ എന്ന് പറയുന്നതാണ്. പേടിന്റെ മരത്തിന് താഴെ ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട്. അതാണല്ലേ നമ്മുടെ സെന്റൻസ്. അപ്പൊ ഇതിന്റെ അർത്ഥം മിസ് എഴുതാവേ, മരത്തിന് നീച്ചെ മീൻസ് എന്താണ്, താഴെ ഒരു ലടുക്കാഹെ ഒരു ആൺകുട്ടി ഉണ്ട് എന്നുള്ളതാണ്. ഒരു ബോയ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഈ സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ബി എന്ന് പറയുന്ന ആ ഫുൾ സെന്റൻസ് എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് എഴുതിയെടുക്കുന്നു. അപ്പൊ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഏക് ദോ തീൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ട, റിസ്ക് ഒന്നും എടുക്കണ്ട, ഇപ്പോഴേ അതങ്ങ് പഠിച്ചിട്ട് പോവുക. മടിച്ചിരിക്കാൻ പാടില്ല. അതാണ് മിസ്സിനോട് മെയിൻ ആയിട്ട് പറയാനുള്ളത്. മടിച്ചിരിക്കാൻ പാടില്ല. ഈ ആനുവൽ എക്സാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എന്റെ മക്കൾ പഠിക്കാതിരിക്കും. അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം എന്താണ്, ഇതൊക്കെ നമ്മുടെ ബേസ് ആണ്. 6ാം ക്ലാസ്സിലെ ഈ ഒരു കാര്യങ്ങളൊക്കെ സിമ്പിൾ ആവണമെങ്കിൽ, ഹിന്ദി മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ഏത് സബ്ജക്റ്റും നമുക്ക് സിമ്പിൾ ആകണമെങ്കിൽ മക്കൾ 5ാം ക്ലാസ്സിൽ നന്നായി പഠിച്ചേ പറ്റൂ. 5ാം ക്ലാസ്സിൽ നല്ല ബേസ് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, നമ്മൾ ബേസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ബേസ് ഒക്കെ വേണമെങ്കിൽ ഇത് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ഇപ്പൊ അവസാനം എത്തി മിസ്, ഇനിയിപ്പോ എങ്ങനെ ബേസ് ഉണ്ടാക്കുക, ഇതിപ്പോ എങ്ങനെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ തീർക്കും എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട, പേടിയൊന്നും വേണ്ട. എന്താണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻ ഗെയിം എന്ന് പറഞ്ഞ ബാച്ച് കൊണ്ടുവന്നേക്കുന്നത്. നമ്മളിപ്പോ കുറേ പ്രാവശ്യം മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഈ എൻ ഗെയിം ബാച്ച് അല്ലേ. അപ്പൊ മക്കള് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സാധനമാണ് ഇത്. കാരണം എന്താണ്, നോക്കിക്കേ, മക്കൾക്ക് ഇനി ആനുവൽ എക്സാമിന് മുഴുവൻ ചാപ്റ്റേഴ്സും ചോദിക്കും. 1 or 2 ചാപ്റ്റേഴ്സ് ചോദിക്കുന്നതല്ല, മുഴുവൻ ചാപ്റ്റേഴ്സും ചോദിക്കുന്ന സമയത്ത് ആ മുഴുവൻ ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ആ പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് മക്കൾക്ക് അറിയണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, റിവിഷൻ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എൻ ഗെയിം ബാച്ച് ഉള്ളത്. പക്ഷേ ലാസ്റ്റിലോട്ടുള്ള കുറച്ച് സാധനമല്ലേ പഠിപ്പിക്കുള്ളൂ, അങ്ങനെയല്ല. ഫസ്റ്റ് തൊട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ റിവൈസ് ചെയ്ത് തരും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ എൻ ഗെയിം ബാച്ചിൽ നമ്മൾ എന്താ എടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ കറന്റ്ലി നമ്മുടെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിവിഷൻ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മക്കൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, വേഗം ഒന്ന് ഈ നമ്പറിലൊന്ന് വിളിച്ചേക്കാം. ഇപ്പോഴാണെങ്കിൽ എന്തുണ്ട്, നമ്മുടെ ഓഫർ ഒന്നും തീർന്നിട്ടില്ല. നമുക്ക് എന്താ 50% ഓഫ് ഉണ്ട്. വേറെ എന്താണ്, 999 രൂപ മാത്രമേ ഉള്ളൂ. മക്കൾ എന്താണ്, നമുക്ക് 1000 കണക്ക് കൂട്ടാം. ഈ 1000 രൂപയ്ക്ക് മക്കൾക്ക് എന്ത് കിട്ടുകയാണ്, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും, നിങ്ങൾ ഈ ഒരു വർഷം പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മക്കൾക്ക് കിട്ടാൻ പോവുകയാണ്. ഡെയിലി നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും, നമുക്ക് എക്സാമുകൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും, എല്ലാ ഫാക്കൽറ്റീസും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിട്ട് ആണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും നമ്മളെപ്പോലുള്ള എല്ലാ ടീച്ചേഴ്സും വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിക്കും.
പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് ഈ ഒരു കാര്യങ്ങൾ പഠിച്ചുണ്ടാക്കണമെങ്കിൽ വേഗം നമ്മുടെ എൻ ഗെയിം ബാച്ചിൽ ചേർന്നോളാം. വേഗം കേട്ടോ. അതായത് ഈ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി. വെറുതെ ഒരു മിസ് കോൾ അടിച്ചാലും മതി. അപ്പൊ എന്ത് ചെയ്യും, അവർ തിരിച്ചു വിളിക്കും. അപ്പൊ എന്താണ്, മക്കൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പാരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബേസ് ആണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് ചേരാൻ വേണ്ടി നോക്കുക. നമ്മൾ ബാച്ചിൽ വെച്ച് കാണാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇതേപോലുള്ള ഹിന്ദിയുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.